മഞ്ച് സ്റ്റാർ സിംഗർ ഗ്രാൻഡ് ഫിനാലെ. മഞ്ച് സ്റ്റാർ സിംഗർ ജൂനിയർ ഗ്രാൻഡ് ഫിനാലെ സമർപ്പിക്കുന്നത് നെസ്ലെ മഞ്ച് എന്റെ ക്രഞ്ച് മഹാ. ഫ്ലെയർ എയർലൈൻസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്, എവറി ക്രിയേഷൻസ് എ ന്യൂ സിംഫണി. മലബാർ ഗോൾഡ് അവതരിപ്പിക്കുന്നു എന്റെ മാനസപുത്രി. ബക്കർ നമുക്ക് സമ്മാനിച്ചത് അപ്രതീക്ഷിതമായ ഒരു മുതൽക്കൂട്ടാണ്. അവസാനം ഗ്ലോറിയുടെ വിധിയെഴുത്ത് പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ്. എല്ലാം അവസാനിപ്പിച്ച് അവളെ തിരിച്ച് അനാഥാലയത്തിൽ കൊണ്ടുവിട്ടിട്ടേ എനിക്കൊരു സമാധാനമാണ്. നടക്കും. ഇതുവരെ ഉണ്ടായിരുന്ന നിയമങ്ങൾ ഗ്ലോറിക്ക് തകർക്കാനുള്ളതായിരുന്നു. ഇനിയുള്ള നിയമങ്ങൾ ഗ്ലോറിക്ക് തകരാനുള്ളത്. സാറിനോടൊന്ന് സംസാരിച്ചോട്ടെ. ഒന്നും സംസാരിക്കേണ്ടെന്ന് CI സാർ പറഞ്ഞിട്ടുണ്ട്. ഒന്നും ഉണ്ടായിരിക്കണുണ്ടോ? അതേ, അവളെ ഇങ്ങോട്ട് വിടറോ? എന്താണ്? സാർ എന്നോട് പക തീർത്തതാണെന്ന് എനിക്കറിയാം. ജീവിതത്തിൽ പല കുറ്റങ്ങളും എന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഗ്ലോറി എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞവളായിരിക്കണം. ഇത് മാത്രമായിട്ട് ബാക്കി വെക്കുന്നത് മോശമല്ലേ? സർ പ്ലീസ്, ഈ കേസ് കോടതിയിലെത്തിയാൽ പിന്നെ ഒരിക്കലും പ്രകാശുമായി എനിക്ക് ജീവിക്കാൻ കഴിയില്ല. മാനക്കേട് എനിക്കുണ്ടല്ലോ, അതിനുള്ള പ്രതിഫലം വേണ്ടേ? സർ പ്ലീസ്, സാറിന് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. എന്തു തരാൻ? എല്ലാം നഷ്ടപ്പെട്ട് തെരുവ് തണ്ടിയിട്ടും ശീലിച്ച വാചകങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലേ? ഈ തടിയല്ല, നിനക്ക് എന്താടി ബാക്കിയുള്ളത്? ഇനി അതും പണയം വെച്ച് കളിക്കുന്നു. സർ പ്ലീസ്, ഞാൻ സാറിന്റെ കാല് നീ അങ്ങനെയൊന്നും താഴ്ന്നൂടാ. നിനക്ക് മാത്രം പെട്ടെന്ന് തരാൻ സൂര്യൻ ഉദിക്കുന്നു എന്നായിരുന്നു എന്റെ ധാരണ. നമ്മൾ നമ്മളുടെ ഇടപാടിൽ നിനക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്റെ പോലീസ് ഉദ്യോഗം നഷ്ടപ്പെട്ടിട്ടും നിസ്സാരമായിട്ട് ഞാൻ അതിനെ കണ്ടു. നിന്നെ വെല്ലുവിളിച്ച് ദീപ വീടുവിട്ട് ഇറങ്ങിപ്പോയപ്പോ ആളുകൾ കേട്ടാലടക്കുന്ന വാക്കുകളുമായിട്ട് ഞാൻ ഈ ലോകത്തിനകത്തുണ്ടായിരുന്നു. ആർക്കു വേണ്ടിയാടി? എനിക്ക് വേണ്ടിയായിരുന്നു. പകരം നീ എന്നെ ആട്ടിപ്പുറത്താക്കി. അന്ന് ഞാൻ പറഞ്ഞില്ലേടി, പാതാളത്തിലേക്ക് നീ താഴുമ്പോ അവസാനത്തെ ചവിട്ട് ഈ ബക്കറിന്റേതായിരിക്കും. ഇനി നീ തല ഉയർത്തണ്ട. ബക്കറിന്റെ ഒപ്പം ശരീരം പങ്കിട്ടു എന്നുള്ള മേൽവിലാസം മാത്രം മതി നിനക്ക്. ഇത് മതി നിന്റെ ജീവിതം അവസാനിക്കാൻ. ഇയാൾ എന്നെ ചതിച്ചതാ, കരുതി കൂട്ടി ചതിച്ചതാ. ബക്കർ, തന്റെ ഉദ്ദേശം എനിക്കറിയാം. പക്ഷേ ഈ സമയത്ത് ഇങ്ങനൊരു സാറ് കോംപ്രമൈസ് ചെയ്യാൻ വന്നതാ? യെസ്. എന്തിനാണ് സാറേ? ആദർശത്തിന്റെ പേരിൽ അവളുടെ കൂടെ നടന്നൊന്നും അല്ലല്ലോ സാർ. ഇപ്പൊ അവൾ വെറും പിച്ചക്കാരിയാ. കൈ കഴുകുക സാർ, അതാണ് നല്ലത്. ബക്കർ, പ്രതികാരം ചെയ്യുന്നതിന് ഒരു സമയമുണ്ട്. തനിക്ക് വേദന ഉണ്ടായിട്ടുണ്ടാവാം, സമ്മതിച്ചു. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് താൻ അനുസരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഈ ഒരു കേസ് കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കില്ല. സാർ പണി തുടങ്ങി. പക്ഷെ ബക്കറിന് ഒറ്റ തീരുമാനമേ ഉള്ളൂ സാർ, ഗ്ലോറിയുടെ നാശം.
എടാ പുല്ലേ, പൊസിഷൻ നോക്കാതെ ഞാൻ നിന്റെ മുമ്പിൽ മര്യാദരാമൻ ചമഞ്ഞിരിക്കുന്നതേ കളി ഇപ്പൊ നിന്റെ കയ്യിലായതുകൊണ്ടാ. മര്യാദയ്ക്കല്ലെങ്കിൽ നിന്നെ ഞാൻ സർ, ഗുഡ് മോർണിംഗ് സർ. എന്താ സർ പ്രശ്നം? ഈ ബക്കർ സാറിനോട് അപമര്യാദയായിട്ട് പെരുമാറിയോ? അനാശാസ്യത്തിന് അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന പ്രതികളല്ലേ സർ, അവന്മാര് പൊസിഷനൊക്കെ നോക്കൂ. സർ, ഇവരെ കൊണ്ട് ഇനി കുറ്റം സമ്മതിപ്പിക്കണമെന്നില്ല സർ. ഒന്നിച്ച് മുറിയെടുത്തു, ഒന്നിച്ച് കിടന്നൊക്കെ ബക്കർ എഴുതി ഒപ്പിട്ട് തന്നു. സംഭവങ്ങൾ എങ്ങനെയാണെന്ന് റോഡ് സമ്മതിച്ചോ? അത് ഇത്തരക്കാരെങ്കിലും സമ്മതിക്കോ സർ? പഠിച്ച കള്ളികളല്ലേ. പ്രതിയുടെ മൊഴി അനുസരിച്ച് ഈ ബന്ധം തുടങ്ങിയിട്ട് കാലം കുറെ ആയി. മതി മതി. സമർത്ഥമായി താനൊരു കാര്യം പ്ലാൻ ചെയ്തു, സമ്മതിച്ചു. പക്ഷേ ഈ കേസ് രജിസ്റ്റർ ചെയ്യണ്ട. ഇറ്റ്സ് മൈ ഓർഡർ. സോറി സർ, ബുദ്ധിമുട്ടാ. ഏജിയുടെ പിൻബലം കൊണ്ട് എന്നെ എതിർക്കാൻ നിൽക്കണ്ട. ആ പിൻബലം തന്നെയാണ് സർ. എന്നെ ഇപ്പൊ വിളിച്ചു പറഞ്ഞത് ഈ കേസിൽ സാർ ഇടപെട്ടാൽ സീനിയോറിറ്റി ഒന്നും നോക്കണ്ട, കൈകാര്യം ചെയ്തോളാനാ. ഞങ്ങളെപ്പോലെ താഴെക്കടയിലുള്ള ഉദ്യോഗസ്ഥർക്ക് വല്ലപ്പോഴും